എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആങ്കർ ആണെങ്കിൽ അനൗൺസ് ചെയ്യും 102 പേരാണ് മൊത്തത്തിൽ മത്സരിക്കാൻ ഇവിടേക്ക് വന്നത്. ആദ്യത്തെ മത്സരം വോട്ട് എലിമിനേഷൻ ആയിരുന്നു. ആ ഒരു മത്സരത്തിൽ ഇപ്പോൾ 12 പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 12 പേർക്ക് ശേഷം ആരാണോ അവസാനം ശേഷിക്കുന്നത് അവർ സൈറ്റാനുമായിട്ട് പോരാടണം. അങ്ങനെയാണ് ചാമ്പ്യൻ ആരാണെന്ന് നമ്മൾ തീരുമാനിക്കുക. ചാമ്പ്യന് കൊടുക്കുന്ന ഗിഫ്റ്റ് അത് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചാമ്പ്യൻ സാക്ഷാൽ സൈറ്റാൻ. ഫസ്റ്റ് മത്സരാർത്ഥിയെ അതായത് പാനിനെയും ജിമ്മിനെയും അവർ രണ്ടുപേരെയും വേദിയിലേക്ക് ഫൈറ്റ് ചെയ്യാൻ ക്ഷണിക്കുകയാണെന്ന് പറയും. ഇവിടെ പാൻ ആണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ മത്സരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പാനിന്റെ അമ്മ വിടലാണെങ്കിൽ പാനിനോട് പറയും, തീർച്ചയായിട്ടും നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഗൊഹാൻ ആണെങ്കിൽ അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും. ഞാൻ ഉറപ്പായാലും ജയിക്കും എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്ത് മത്സരിക്കാനായി ആ ഗ്രൗണ്ടിലേക്ക് ഓടും. ആണെങ്കിൽ വിളിച്ചു പറയും ആദ്യമായിട്ട് മത്സരിക്കാനായി വരുന്നത് പാനാണ്. അവൾക്ക് വെറും 4 വയസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആരും അവളെ കുറച്ച് കാണാനായിട്ട് പാടില്ല. അവൾ സൈറ്റാന്റെ കൊച്ചുമകളാണ്. അത് കേട്ട് എല്ലാവരും ആർപ്പ് വിളിക്കും, കൈയടിക്കും. അതുപോലെ തന്നെ അവൾക്ക് ഓപ്പോസിറ്റ് മത്സരിക്കുന്ന ആളും ചില്ലറക്കാരനല്ല, അവനൊരു ജിമ്മനാണ്, അവന് നല്ല പവർ ഉണ്ടെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും മത്സരിക്കാൻ വേദിയിലേക്ക് വരും. ആ ജിമ്മൻ അവൻ നിസ്സാരക്കാരനല്ല. ബൂവിനോടുള്ള മത്സരം വരെ അവൻ എല്ലാവരെയും തോൽപ്പിച്ചു വന്നതാണ്. പക്ഷേ അവസാന മത്സരത്തിൽ ബൂവായിട്ട് അവൻ തോറ്റുപോയെന്ന് പറയും. ജനങ്ങളെല്ലാവരും കുഞ്ഞിപ്പെണ്ണ് പാനിനെയും അതുപോലെ തന്നെ ജിമ്മനെയും നോക്കും. ജിമ്മനാണെങ്കിൽ പാനിനെ നോക്കും. ഇവൾ ആ സൈറ്റാന്റെ കൊച്ചുമകളാണ്. അതിന്റെ അഹങ്കാരവും ജാടയുമാണ് അവളിൽ കാണുന്നത്. പക്ഷെ 4 വയസ്സായ പെൺകുട്ടിയോട് പോരാടാൻ എനിക്ക് ശരിക്കും നാണക്കേടാണെന്ന് പറയും. ഇവിടെ ജനങ്ങളെല്ലാവരും അത്ഭുതത്തോടു കൂടെ ആ ഒരു പോരാട്ടം കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ സൈറ്റാന്റെ കൊച്ചുമകളാണെങ്കിലും ഇത്രയും ചെറിയൊരു പെൺകുട്ടി ഇത്രയും വലിയൊരു ഫൈറ്റിന് ഇറങ്ങിത്തിരിക്കുന്നത് അത് ശരിക്കും അത്ഭുതമാണെന്ന് എല്ലാവരും പറയും. സൈറ്റാനാണെങ്കിൽ ഉറ്റുനോക്കും, എന്റെ പാൻകുട്ടിക്ക് അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല, അവൾ എന്റെ സ്വത്ത് കുട്ടിയാണ്. ഒഹാനും വിടലുവാണെങ്കിൽ വിളിച്ചു പറയും, പാൻ അവനെ കൊല്ലാനായിട്ട് പാടില്ല, നോക്കിയും കണ്ട് മാത്രമേ ഫൈറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിനവളാണെങ്കിൽ ഓക്കെ പറയും. ഇവിടെ ഓക്സ് കിങ് ആണെങ്കിൽ ആളുടെ ഗ്രാൻഡ് ഡോട്ടറിന്റെ മത്സരം കാണാൻ ആവേശത്തോടു കൂടി ഇരിക്കുകയാണ്. അടുത്ത നിമിഷം പാൻ ആണെങ്കിൽ സ്റ്റേജിലേക്ക് വരും. ജിമ്മനാണെങ്കിൽ ഒറ്റയടിക്ക് അവളെ തല്ലിക്കൊല്ലാന്ന് പറഞ്ഞ് അവളുടെ നേർക്ക് ചാടി വരേണ്ട താമസം അവൾ കൈ ചുരുട്ടി ഒറ്റയടി. ആ ഒരു അടിയിൽ അവൻ കറങ്ങി താഴെ വീഴും. അടുത്ത അവളുടെ കിക്കില് പുറത്തുണ്ടായിരുന്ന ചുമരിൽ പോയി പോസ്റ്ററായി അങ്ങനെ താഴേക്ക് വീഴുകയാണ്. ഒരു സെക്കൻഡ് കാണികളെല്ലാവരും ആ കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസ് ആവും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവളുടെ പെർഫോമൻസിന് കൈയടിക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ ഓടി വന്ന് കൗണ്ട് ചെയ്ത് അവൻ തോറ്റതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളത് കണ്ടോ? ഒറ്റയടിക്ക് 4 വയസ്സുള്ള പെൺകുട്ടി നമ്മുടെ ജിമ്മനെ ഈസി ആയിട്ട് തോൽപ്പിച്ചു. താൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവൾ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. സൈറ്റാൻ ആണെങ്കിൽ അവളുടെ പിന്നാലെ പോയി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കും. അതിനവള് പറയും ഞാൻ ഓക്കെയാണ്. ഗോക്കു ആണെങ്കിൽ അവളുടെ തലയിൽ തട്ടും. ഗോകു ആ പയ്യന്റെ നേർക്ക് കൈവീശും. അടുത്തതായിട്ട് നീ ഞാനുമാണ് മത്സരിക്കുന്നത്, നീ അതിന് തയ്യാറല്ലേ ചോദിക്കും. അതിന് ആ പയ്യൻ പറയും അതെ ഞാൻ അതിന് തയ്യാറാണ് സാറെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവിന്റെ കയ്യിൽ തൊടും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് ഗോകുവിന്റെ പോരാട്ടമാണ്. അവൻ ജൂനിയർ വിഭാഗം മുതലേ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. ഗോകുവിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഉറപ്പായിട്ടും ഈ സൈറ്റാനുമായിട്ട് പോരാടുന്നത് ഒന്നുകിൽ ബൂ അല്ലെങ്കിൽ ഈ ഗോകു ആയിരിക്കും. ഒരുപാട് പ്രതീക്ഷയിൽ നമുക്ക് ഈ മത്സരം കാണാമെന്ന് പറയും. ഇവിടെ പിക്കലോയും ടെൻഡോയും പരസ്പരം നോക്കും. ഈ മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം ഇതായിരിക്കും. ഇതൊരു വലിയ ഫൈറ്റായി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ പയ്യന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കി അവനെ തന്നെ നോക്കും. വീടിന്റെ മുഴുവൻ ചുമതല ആ കൊച്ചു പയ്യന്റെ ചുമലിലാണ്. അവൻ പണത്തിനു വേണ്ടിയാണ് വലിയൊരു മത്സരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മത്സരിക്കാനുള്ള ബെല്ല് അത് മുഴങ്ങുകയാണ്. ഗോകു ആണെങ്കിൽ ആ പയ്യനെ നോക്കും. അവൻ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഓ നോ, ഇങ്ങനെ പോയാൽ ഈ പയ്യനെ കൊണ്ട് പോരാടാനായിട്ട് കഴിയില്ല. എങ്ങനെയെങ്കിലും അവന്റെ ഉള്ളിലെ വും പോരാട്ട വീര്യവും പുറത്തേക്ക് കൊണ്ടുവരണം. നീ ശരിക്കും ഒരു വിഡ്ഢിയാണ്, നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. ആദ്യം ഞാൻ കണ്ടപ്പോൾ നിനക്ക് പോരാടാൻ കഴിയുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പൊ വെറും ഒരു പേടിച്ചു തൂറിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഉറപ്പായാലും ഈ ഒരു ഫൈറ്റിൽ നിന്നെ തല്ലി കാലും കൈ ഓടിച്ച് അത് പാഴ്സലാക്കി ഞാൻ നിന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. വിഡ്ഢികളായ നിന്റെ പാരന്റ്സ് അത് വാങ്ങി തിന്നെന്നൊക്കെ പറഞ്ഞ് അവനെ വെറുപ്പിക്കും. അത് കേട്ട് ഇതിനാണെങ്കിൽ ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ കൂടി വരും. ആണെങ്കിൽ ഗോട്ടനെ നോക്കും. നിന്റെ അച്ഛൻ എന്താ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പയ്യനുമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം പോരാടുന്നില്ല? അതിന് ഗോട്ടൻ പറയും എനിക്കും അറിയില്ല ഇവിടെ എന്താ സംഭവിക്കണേന്ന്. ഇവിടെ ആ പയ്യനാണെങ്കിൽ കരിയിളകി ഇവനെ നോക്കി പറയും എന്റെ അച്ഛനെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അടുത്ത നിമിഷം ഗോകു ഓടി വന്ന് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. അവൻ ജസ്റ്റ് മിസ്സിന് ആ ഒരു സ്റ്റേജിന്റെ ബ്രിമ്മിലെത്തും. എന്റെ അച്ഛനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഊട്ടി വന്ന് ഗോകുവിന്റെ കൈക്ക് കിക്ക് ചെയ്യും. ആ ഒരു കിക്കില് അവന്റെ കൈ എങ്ങനെ നുറുങ്ങുന്ന വേദന എടുക്കും. അതിനുശേഷം അവൻ കറങ്ങി ഗോകുവിനെ ആഞ്ഞടിക്കും. ഇതാവൻ തന്നെയാണ് എന്റെ പ്രതീക്ഷ തെറ്റിയില്ല, ബോവിന്റെ അടുത്തൊരു വേർഷൻ നീയാണെന്ന് പറയും. ആ സമയം
ഊബാണെങ്കിൽ മുകളിലൂടെ ചാടി വരും. ഗോക്കു ജസ്റ്റ് മിസ്സിട്ട് തെന്നി മാറും. അവനാണെങ്കിൽ അവനെ വീണ്ടും വീണ്ടും പഞ്ച് ചെയ്യാണ്. ഗോക്കു അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ കറക്കി നിലത്ത് ആഞ്ഞൊരടി. അവനാണെങ്കിൽ ഫ്ലോറിലേക്ക് പോയി അടിച്ചു വീണ് ഫ്ലോറിൽ വലിയൊരു തകർച്ച തന്നെ ഉണ്ടാവും. ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തേക്ക് വരും. എനിക്ക് എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ ജയിച്ചേ പറ്റൂ. ഞാൻ ഈ മത്സരത്തിൽ ജയിച്ച് സമ്മാനത്തുക എന്റെ പാരന്റ്സിന് കൊടുക്കുമെന്ന് അവരോട് പ്രോമിസ് ചെയ്തതാണ്. വില കൊടുത്തും ഞാൻ ആ ഒരു പ്രോമിസ് പാലിക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ പുറത്തേക്ക് വന്ന് വീണ്ടും ഇപ്പൊ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനോട് ഫൈറ്റ് ചെയ്യുന്തോറും ഗോക്കുവിന് മനസ്സിലാവും അവൻ ഡെവലപ്പ് ആവുന്നുണ്ട്. അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ അത്ഭുതപ്പെടും. ഗോക്കു പറഞ്ഞ പയ്യൻ അത് ഇവൻ തന്നെ. അവന്റെ പവർ ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പൊ എനിക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ആൾക്കാരും അത് കണ്ട് അത്ഭുതപ്പെടും. ബുൽമയാണെങ്കിൽ പിക്കലോട് ചോദിക്കും, ഗോക്കു പറഞ്ഞ ഒരുപാട് പവറുള്ള പയ്യൻ അത് ഇവൻ തന്നെയാണോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? പിക്കലോ ആണെങ്കിൽ മറുപടി പറയാതെ ഒരു മന്ദഹാസത്തോട് കൂടെ നിൽക്കും. ഇവിടെ അവരുടെ ഫൈറ്റ് അങ്ങനെ മുൻപോട്ടേക്ക് പോകുന്തോറും ആ സ്റ്റേജിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകരും. വേദിയിലിരിക്കുന്ന കാണികൾക്ക് അവരുടെ ആവേശം കൂടും. ഉടനെ പിക്കലോ പറയും, ശരിയാണെന്ന് തോന്നുന്നു. ഗോക്കു പറഞ്ഞതനുസരിച്ച് ഊവിന്റെ പുനർജന്മമാണ് ഈ പയ്യനെന്നാണ് എനിക്കിന്ന് തോന്നുന്നത്. ഇവിടെ ഊബും ഗോക്കു ആണെങ്കിൽ അങ്ങനെ കട്ടയ്ക്ക് പഞ്ചിയാണ്. അവരങ്ങനെ പഞ്ച് ചെയ്യുന്തോറും അവരുടെ പവർ അങ്ങനെ അവരുടെ കൈകളിലൂടെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഊബാണെങ്കിൽ ഗോക്കുവിനെ തൂക്കിയെടുത്ത് കറക്കി മുകളിലേക്ക് എറിയും. മുകളിലേക്ക് പോകേണ്ട താമസം അവന്റെ കൂടെ പറന്നു വന്ന ഊബാണെങ്കിൽ അവന്റെ നടുവിന് ആഞ്ഞൊരട്ടി. ഇത് നിന്റെ സംസാരത്തിന് ഞാൻ തരുന്ന ഗിഫ്റ്റ് ആണെന്ന് പറയും. ഗോക്കു ആണെങ്കിൽ ആ അട്ടി കെട്ടി നിലത്തങ്ങനെ അട്ടിച്ചു വീഴും. ഊബിന്റെ അറ്റാക്ക് കണ്ട് പാനും ചുറ്റുണ്ടായിരുന്നവരെല്ലാവരും ഷോക്കാവുകയാണ്. പാനാണെങ്കിൽ ഉച്ചത്തിൽ ഗോക്കുവിനെ വിളിക്കും. ബുൽമയാണെങ്കിൽ ഇപ്പൊ ചീച്ചിയോട് പറയും അവൻ ഗോക്കുവിനെ തോൽപ്പിച്ചു. ചീച്ചിയാണെങ്കിൽ ഷോക്കാവും. ആണെങ്കിൽ വിളിച്ചു പറയും ഊബ് അങ്ങനെ ഗോക്കുവിനെ തോൽപ്പിച്ചു. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഗോക്കുവിന്റെ പവർ അങ്ങനെ പുറത്തേക്ക് വരും. ഊബാണെങ്കിൽ അല്പം ടെൻഷനായി പുറകിലേക്ക് മാറും. കുട്ടിയിടയിൽ ഗോക്കു ആണെങ്കിൽ പുറത്തേക്ക് വരും. അത് ശരിക്കും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി പാർട്ട് 2 എന്ന് പറയും. അത് കേട്ട് അവൻ ഞെട്ടും. ഗോക്കു ആണെങ്കിൽ ഇപ്പോ കറങ്ങി വന്ന് അവനെ പിടിച്ചു വലിച്ച് അറഞ്ഞം പുറഞ്ഞ് തല്ലുക. പെട്ടെന്നുള്ള അറ്റാക്കിൽ ഊബിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ താഴേക്ക് വീഴും. ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. എങ്ങനെയെങ്കിലും എനിക്ക് ഈ പോരാട്ടത്തിൽ ജയിക്കണം. ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് അവനവന്റെ പവർ അങ്ങനെ മല പോലെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അവനാണെങ്കിൽ ഫ്ലൈ ചെയ്തു പോവും. അവന്റെ പവറിൽ ഇപ്പൊ വലിയൊരു പീസ് വന്ന് അവനെ തന്നെ ഇടിച്ച് താഴേക്ക് ഇടുകയാണ്. പക്ഷെ അവനാണെങ്കിൽ വിട്ടുകൊടുക്കാതെ വീണ്ടും പിടിച്ചു കയറി ഗോതയിലേക്ക് വരും. ബുക്കുവാണെങ്കിൽ ആ ഗ്യാപ്പിൽ മുകളിലേക്ക് പോയി ഹാമേ പവർ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. അടുത്ത നിമിഷം ആ സ്റ്റേജ് തകർന്ന് അവൻ പുറത്തേക്ക് വീഴുന്ന ഘട്ടമെത്തും. ബുക്കുവാണെങ്കിൽ അത് കണ്ട് സെക്കൻഡുകൾ കൊണ്ട് അവന്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തും. ഐ എം സോറി, നിനക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. സത്യത്തിൽ നിന്റെ കഴിവുകളൊന്നും നിനക്ക് ആരും പഠിപ്പിച്ചതെന്നല്ല, നീ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ തുടക്കത്തിൽ അങ്ങനെയൊക്കെ സംസാരിച്ചത് നിന്റെ ഉള്ളിലുള്ള പവറും കഴിവും ഒക്കെ പുറത്തേക്ക് വരാനാണ്. നീ ഭയന്ന് നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് നിന്നോട് അപ്രകാരം സംസാരിച്ചത്. നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് അല്ലേ ശരിക്കും ഒരു ശക്തനായ എതിരാളിയെ കിട്ടിയത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും നീ പഠിക്കാനും അറിയാനും ഉണ്ട്. നിനക്കൊരു നല്ല മാസ്റ്ററായി ട്രെയിനിങ് തരാൻ ഞാൻ തയ്യാറാണ്. നീ എന്റെ ശിഷ്യനാവില്ലേ? അതിനാ പയ്യൻ പറയും, എന്നെ കൊണ്ട് അതിന് കഴിയില്ല. എന്റെ ഗ്രാമത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അവരുടെ പട്ടിണി മാറ്റണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ഗോക്കു പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള സൈറ്റാൻ അദ്ദേഹത്തെ കയ്യിൽ നിന്ന് നിനക്ക് ആവശ്യമായിട്ടുള്ള പണം ഞാൻ വാങ്ങിത്തരാം. നിനക്ക് ട്രെയിനിങ്ങും ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ പവറും ശക്തിയും അത് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിന്റെയും ഫാമിലിയുടെ അടുത്തേക്ക് വരും. ഞാൻ ആ പയ്യനോടൊപ്പം അവന്റെ ഗ്രാമത്തിലേക്ക് പോവാണ്. അവന് അല്പം ട്രെയിനിങ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് തിരികെ പോകും. എന്റെ ഫാമിലിക്കാണെങ്കിൽ ഗോക്കു അവിടെ വിട്ട് പോകുന്നതിൽ തീരെ താല്പര്യമില്ല. പാനാണെങ്കിൽ ഓടി വന്ന് ഗോക്കുവിനെ ഹഗ് ചെയ്ത് അവനോട് റിക്വസ്റ്റ് ചെയ്യും, പപ്പ ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ടു പോകരുത്. ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമാണ്. എനിക്ക് ഒരുപാട് ട്രെയിനിങ് എടുക്കണം. അതിന് അവളുടെ ഗ്രാൻഡ് പ ഗോക്കു ആണെങ്കിൽ അവളോട് പറയും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വന്ന് കണ്ടുകൊള്ളാം. നിനക്ക് ആവശ്യമായതെല്ലാം ഞാൻ പറഞ്ഞു തരാം, ചെയ്തു തരാം. നീ ഒരു പോരാളിയാണ്. ഒരു കാരണവശാലും നീ ഇതുപോലെ കരയാൻ പാടില്ല എന്ന് പറയും. ട്രങ്ക്സിനോടും അതുപോലെ ഗോട്ടനോടും നിങ്ങളും ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടവരാണ്. യാതൊരു വിധത്തിലുള്ള ഉഴപ്പും കൂടാതെ നിങ്ങളും നന്നായിട്ട് ട്രെയിനിങ് എടുക്കണമെന്ന് ഗോക്കു ആണെങ്കിൽ അവരോടും പറയും. ഗോക്കു ആണെങ്കിൽ വജീറ്റയോടും യാത്ര പറഞ്ഞ് ഇപ്പൊ ആ പയ്യനെ തോളിൽ കയറ്റി അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. എല്ലാവരും ആ കാഴ്ച കണ്ട് ഷോക്കായിട്ട് നിൽക്കും. ചീച്ചിയാണെങ്കിൽ കരയാൻ തുടങ്ങും. പിക്കലോ ആണെങ്കിൽ അവരോട് പറയും, ഗോക്കു ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ അയാൾ തിരിച്ചു വരും. അവന്റെ ലക്ഷ്യം അത് നിറവേറ്റിയതിനു ശേഷം നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെവിടെ ഗോക്കു ആണെങ്കിൽ ഊബിനോട് പറയും, നിനക്ക് ഞാൻ നല്ല ട്രെയിനിങ് തരാം. ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നീ എന്നോട് തന്നെ ആദ്യം ഫൈറ്റ് ചെയ്യണം. എനിക്ക് നിന്റെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അതിന് ഊബാണെങ്കിൽ ഓക്കെ പറയും. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഒരുപാട് ഹാപ്പിയായി. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനുമായിട്ട് പറന്നു പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.